നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ മാസം അവസാനത്തോടെ വിരമിക്കാനിരിക്കെ പുതിയ DGP ആരെന്ന ചോദ്യം ശക്തമാകുന്നു. തുടക്കം മുതൽ സമ്പൂർണ്ണ സസ്പെൻസ് തുടർന്ന സർക്കാർ കൃത്യമായ യോഗ്യതയില്ലാത്തവരെ കൂടി തിരികെ കയറ്റി 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിച്ചത് കൂടുതൽ ദുരൂഹതയുണ്ടാക്കി. ഇതിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന 30 വർഷത്തെ സർവീസും DGP ഗ്രേസുമില്ലാത്ത MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തിയത് വിവാദമായി. ഇതിനിടെ പട്ടികയിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട യോഗേഷ് ഗുപ്തയോട് എതിർപ്പ് പ്രകടമാക്കിയുള്ള സ്ഥലമാറ്റവും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കലും സർക്കാരിൽ നിന്നുണ്ടായി. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്ത രണ്ടാമനായ രവത ചന്ദ്രശേഖരനോടുള്ള വിയോജിപ്പും ഇതിനിടെ പുറത്തുവന്നു. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ വീഴ്ച വരുത്തിയതിന് കേരള കോടതിയിലേക്ക് തിരിച്ചയച്ച നിതിൻ അഗർവാളാണ് പട്ടികയിലെ ഒന്നാമൻ. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അടുത്ത വർഷം ജൂലൈയിൽ വിരമിക്കും. അദ്ദേഹം പോലീസ് മേധാവിയായാൽ 1 വർഷത്തെ സർവീസ് നീട്ടിക്കൊടുക്കണമെന്നാണ് നിയമം. ബാക്കി 3 പേരിൽ മനോജ് എബ്രഹാമും സുരേഷ് രാജ് പുരോഹിതും MR അജിത് കുമാറുമാണുള്ളത്. ഇതിൽ സുരേഷ് രാജ് പുരോഹിതനും അജിത് കുമാറിനും DGP റാങ്കോ 30 വർഷത്തെ സർവീസോ ഇല്ല. തൃശൂർ പൂരം കലക്കൽ ആരോപണത്തിൽ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. 3 അംഗ ചുരുക്കപ്പട്ടിക തയ്യാറാക്കാനുള്ള UPSC യോഗം 26-ന് ഡൽഹിയിൽ ചേരുമെന്നാണ് വിവരം. UPSC ചെയർമാൻ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, കേന്ദ്ര സേനകളിലൊന്നിന്റെ മേധാവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് 3 പേരെ തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിന് കൈമാറുക. ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ആര് സംസ്ഥാന പോലീസ് മേധാവിയായി വരണമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.